കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം നീതിവൻ വിജയം വരിച്ച ഇടം അത് സാത്താന്യ വിഷമുള്ളൊടിഞ്ഞ ഇടം നിത്യരക്ഷാവേല തീർത്ത ഇടം അത് നിത്യത തൻ വീതി തുറന്ന ഇടം ലോകപാപക്കടം തീർത്ത കൃപയിന്നിടം നീതിവൻ വിജയം വരിച്ച ഇടം അത് സാത്താന്യ വിഷമുള്ളൊടിഞ്ഞ ഇടം നിത്യരക്ഷാവേല തീർത്ത ഇടം അത് നിത്യത തൻ വീതി തുറന്ന ഇടം ലോകപാപക്കടം തീർത്ത കൃപയിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ. എഫേസോസിലെ സഭയുടെ ദൂതനെഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകൾ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായങ്ങൾ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും. നീ കണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായം. ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഉള്ള സഭയുടെ സ്ഥിതിയാണ് നാം കാണുന്നത്. 7 നക്ഷത്രം വലങ്കയിലുള്ള 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭയാകുന്നു എന്ന് നാം തൊട്ടു മുമ്പ് കണ്ടു 1-ാം അധ്യായത്തിൻ്റെ അവസാനം. എന്നാൽ ആ 7 സഭകൾ, അത് ഇപ്പോൾ പ്രാദേശികമായ 7 സഭകളെക്കുറിച്ചാണ് ഈ 2-3 അധ്യായത്തിൽ പറയുന്നതെങ്കിലും എക്കാലത്തുമുള്ള സഭ, എക്കാലത്തുമുള്ള എല്ലാ സഭകളെയും ആകമാനം സംവീക്ഷണം ചെയ്തുകൊണ്ടാണ് ഈ 2-3 അധ്യായം എഴുതിയിരിക്കുന്നത്. സഭകളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ദൂതാണ്, സഭകളോടുള്ള കർത്താവിൻ്റെ അറിയിപ്പാണ്, സഭയോട് കർത്താവ് സംസാരിക്കുകയാണ്.
ആദ്യം സംസാരിക്കുന്ന എഫേസോ സഭയോടാണ്. അതിനും അല്പം പ്രത്യേകതയുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആത്മനിറവുള്ള സഭയായിരുന്നു എഫേസോ സഭ. ആത്മനിറവുള്ള സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശക്തിയുറ്റ സൈന്യമാകുന്ന സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഈ സഭയെക്കുറിച്ച്, എഫേസോസിലെ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഏറ്റവും ആത്മനിറവുള്ള സഭയായിട്ടാണ് എഴുതുന്നത്. അന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭകളിൽ എഫേസോസിലുണ്ടായിരുന്ന സഭയാണ് ഏറ്റവും ആത്മനിറവുള്ള സഭ. അപ്പോസ്തലനായ പൗലോസ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ എഫേസോസിലെ സഭ ഭരിക്കുന്നത് തീമോത്തിയോസാണ്. ക്രീറ്റിലെ സഭയെ ഭരിക്കുന്നത് തീത്തോസാണ്. ഓരോ പ്രാദേശിക സഭകളെയും ഭരിക്കുവാൻ അതാത് സ്ഥലത്ത് കർത്താവ് തൻ്റെ ഇടയന്മാരെ നിയമിച്ചാക്കിയിട്ടുണ്ടായിരുന്നു. എഫേസോ സഭ വളർന്നു വന്ന സഭയാണ്, നല്ല ജ്വലിച്ചു നിന്ന സഭയാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച സഭയാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും അങ്ങനെ കീർത്തനം ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്ത സഭയാണ് എഫേസോ സഭ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. കർത്താവും പിതാവുമായ ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ ഈ ആത്മനിറവുള്ള സഭയ്ക്ക് 1-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തോട് അടുക്കുമ്പോൾ AD 95, 96, 97 കാലയളവിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. ആ കാലത്ത് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഈ എഫേസോ സഭ ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സഭയ്ക്ക് ക്ഷീണം സംഭവിച്ചു. പല നന്മകൾ ആ സഭയെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ആ സഭയെക്കുറിച്ച് പറയുകയാണ്. ആദ്യം പറയുന്നത് തന്നെ വളരെ വളരെ മനോഹരമായൊരു വാക്കാണ്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിൻ്റെ പ്രയത്നം അറിയുന്നു, ഞാൻ നിൻ്റെ സഹിഷ്ണുത അറിയുന്നു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത് ഞാൻ അറിയുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് ഞാൻ അറിയുന്നു. നിനക്ക് സഹിഷ്ണുതയുള്ളത് ഞാൻ അറിയുന്നു. എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത് ഞാൻ അറിയുന്നു. നീ തളർന്നു പോകാഞ്ഞത് ഞാൻ അറിയുന്നു. ക്രിസ്തു പറയുന്നു, ഞാൻ അറിയുന്നു. സഭയോട് പറയുകയാണ്, ഞാൻ അറിയുന്നു, എല്ലാം ഞാൻ അറിയുന്നു. നീ വളർന്നു വന്ന സഭയാണ്, നീ ഉയർന്നു വന്ന ആത്മീയ നേതൃത്വത്തിൽ നിന്നതാണ്. പക്ഷേ നീ ഇന്ന് തളർന്നു പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ചില കേടുകൾ വന്നിരിക്കുന്നത് ഞാൻ അറിയുന്നു, എല്ലാം അറിയുന്നു. 7 നന്മകൾ കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസോ സഭയെക്കുറിച്ച് 7 നന്മകൾ പറയുന്നു. 2-ാം വാക്യം വായിക്കൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രയത്നം അറിയുന്നു, സഹിഷ്ണുതയും നിന്റെ സഹിഷ്ണുത അറിയുന്നു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഞാൻ അറിയുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും ഞാൻ അറിയുന്നു. നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് ഞാൻ അറിയുന്നു. നിനക്ക് സഹിഷ്ണുതയുള്ളത് ഞാൻ അറിയുന്നു. എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത് ഞാൻ അറിയുന്നു. തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എല്ലാം നന്മകളാണ് പറയുന്നത്. നോക്കൂ, യേശുക്രിസ്തു തിന്മ കാണുന്നവനല്ല, യേശുക്രിസ്തു നന്മയും കാണും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കർത്താവ് എടുത്തു പറയും. കർത്താവ് നന്മയെ പ്രശംസിക്കും.
നന്മയെ അനുമോദിക്കും, നന്മയെ അഭിനന്ദിക്കും, നന്മയെ കർത്താവ് റെക്കഗ്നൈസ് ചെയ്യും, കർത്താവ് അംഗീകരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മിലുള്ള നന്മയെല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള നിഷ്ഠകൾ കർത്താവ് കാണുന്നുണ്ട്. തീരുമാനത്തിൻ്റെ കരുത്ത് കർത്താവ് കാണുന്നുണ്ട്. ഒരശുദ്ധി പറ്റരുതെന്നുള്ള നിർബന്ധം കർത്താവ് കാണുന്നുണ്ട്. ഒരു കാരണവശാലും തെറ്റിലേക്ക് പോവുകയില്ലെന്നുള്ളതായി നമ്മുടെ നിഷ്ഠ കർത്താവ് കാണുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു പ്രവൃത്തിയിലോ വാക്കിലോ തെറ്റുപറ്റുകയില്ല എന്നുള്ളത് നമ്മുടെ തീരുമാനം കർത്താവ് കാണുന്നുണ്ട്. എല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അറിയാത്ത ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. വിശദമായി അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അതിന് മുൻപ് നമുക്ക് ഒന്നാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. സഭയുടെ നടുവിൽ കൂടി നടക്കുകയാണ്. ഇത് ഒരാശ്വാസകരമായ ദൂതാണ്. നമ്മുടെ ഇടയിൽ കൂടി കർത്താവ് നടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഫേസോസിലെ സഭയുടെ നടുവിൽ കൂടി നടക്കുന്നെന്ന് പറഞ്ഞ കർത്താവ് എക്കാലത്തും സഭയുടെ നടുവിൽ കൂടി നടക്കുന്നവനാണ്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, നമ്മുടെ നടുവിൽ നടക്കുന്നതാണ് കർത്താവ്. നമ്മെ കാണുന്നതാണ് കർത്താവ്. കർത്താവ് കാണാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം, ഓരോ ചുവടുവെപ്പും കർത്താവ് കാണുന്നുണ്ട്. ആ ഒരു ചിന്ത വന്നാൽ നമുക്ക് ദൈവഭയം ഉണ്ടാകും. യേശു ക്രിസ്തു എന്നെ കാണുന്നു. ഞാൻ ഈ യാത്ര ചെയ്യുന്ന കർത്താവ് കാണുന്നു. എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഈ വേദനയുടെ ഭാഗം കർത്താവ് കാണുന്നു. എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകൾ കർത്താവ് കാണുന്നു. എൻ്റെ നല്ല ആഗ്രഹങ്ങൾ കർത്താവ് കാണുന്നു. ദൈവവേഷം നിവർത്തിക്കണമെന്നുള്ളതായി എൻ്റെ താല്പര്യം കർത്താവ് കാണുന്നു. ദൈവപ്രകാരം ജീവിക്കണമെന്നുള്ളതായി ആഗ്രഹം കർത്താവ് കാണുന്നു. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്ന കർത്താവ് കാണുന്നു. കർത്താവ് കാണുന്നു. ഒപ്പം കർത്താവ് കാണുന്നു, നമ്മുടെ തിന്മയും കർത്താവ് കാണുന്നു. നമ്മിലുള്ളതായി തിന്മ കാണുക മാത്രമല്ല, തിന്മയും കർത്താവ് എടുത്തു കാണിക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. നന്മ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തിന്മയും കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മെക്കുറിച്ച് ഏറ്റവും നല്ലത് കർത്താവ് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. 7 നിലവിളക്ക് 7 സഭയാകുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഈ 7 സഭകളുടെയും അഥവാ ആഗമന സഭകളുടെ എല്ലാറ്റിൻ്റെയും നേതൃസ്ഥാനത്തിരിക്കുന്നവരെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവരെ ചേർത്തണച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വേലക്കാരനാകുക, ദൈവത്തിൻ്റെ വേലക്കാരിയാകുക വലിയ അനുഗ്രഹമാണ്, വലിയ പദവിയുമാണ്. ഇന്ന് നാം അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് ആക്ഷേപമുണ്ട്, ആളുകൾ പരിഹസിക്കും, ഇല്ലാത്തത് പറയും, തെറ്റിദ്ധാരണകൾ പരത്തും, കിംവദന്തികൾ പരത്തും, ഇന്ന് പരിഹസിക്കും, പല വിധത്തിലുള്ളതായ അപഹസനങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകൾ കാണേണ്ടി വരും. പ്രശ്നങ്ങളുണ്ട്, ഇന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെയില്ല. നമുക്കെല്ലാം ഉണ്ടല്ലോ, അറിയാമല്ലോ. ഇന്ന് നാം കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്തെല്ലാം തരത്തിലുള്ളതായ ആക്ഷേപങ്ങളിലേക്ക് വരിക, ആക്ഷേപങ്ങളുണ്ടാകും. പക്ഷേ ഒരു ക്രിസ്തുഭക്തൻ, കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു ദേവദാസന് ലഭിക്കുന്ന പദവി അത്യുന്നതമാണ്, ഉയർന്ന പദവിയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് കർത്താവ് പറയുന്നു, ഈ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ഈ ചെറിയവരിലൊരുത്തൻ, അവനോട് നിങ്ങൾ ചെയ്തത് എന്നോടാകുന്നു ചെയ്തത്. മത്തായി 18-ാം അധ്യായത്തിൽ പറയും, ഈ ചെറിയവരിലൊരുത്തനോട് ചെയ്തത് എന്നോടാകുന്നു നിങ്ങൾ ചെയ്തത്. ഈ ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ചെറിയവരിലൊരുത്തൻ ലോകത്തിൽ ചെറിയവനാണ്, ആർക്കും വേണ്ടാത്തവനാണ്, ലോകത്തിൽ അഡ്രസ്സ് ഇല്ലാത്തവനാണ്, ലോകത്തിൽ മാനവും പ്രതാപവും ഒന്നും ഇല്ലാത്തവനാണ്. പക്ഷേ ഈ ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തുച്ഛീകരിക്കരുത്, ആരും പുച്ഛിക്കരുത്, തുച്ഛീകരിക്കരുത്, ബിലിറ്റിൽ ചെയ്യരുത്, നിന്ദിക്കരുത്. ഈ ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പിന്നെ സ്വർഗത്തിൽ
അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. സ്വർഗത്തിൽ ഈ ചെറിയൊരുത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടതായ ദൂതന്മാർ നിത്യനായ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. ഓരോരുത്തർക്കും വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ നിയമിച്ചാക്കിയിട്ടുണ്ട്. പലപ്പോഴും ലോകമനുഷ്യർക്ക് മനസ്സിലാകുകയില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. നമുക്കുള്ളതായ പദവി, ദൈവത്തിൻ്റെ വേലക്കാർക്കുള്ളതായ പദവി, വേലക്കാർക്കുള്ളതായ സ്ഥാനം, ദൈവത്തിൻ്റെതായ സ്ഥാനം എന്താണ് പറയുന്നത്? ഈ ചെറിയൊരുത്തിനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, ഈ ചെറിയൊരുത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട ദൂതന്മാരും അവരുടെ ദൂതന്മാരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. ഇനിയും 14. ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ചെറിയവരിലൊരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. നമുക്കെന്തെങ്കിലും നാശം വരുന്നത്, നഷ്ടം വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പ്രത്യേകം ശ്രദ്ധിക്കൂ, നാം ദൈവത്തിൻ്റെ വേലക്കാരാണ്. നാം ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നിയുക്തരാണ്, നിയോഗിക്കപ്പെട്ടവരാണ്. നാം അനുഗ്രഹീതരാണ്, നാം പദവിയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, കർത്താവ് അതിനു മുമ്പ് പറയുന്നുണ്ട്. 18-ാം അധ്യായം 1-ാം വാക്യം വായിക്കൂ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള ശിശുഹൃദയമുള്ള, നിഷ്കളങ്ക ഹൃദയമുള്ള, നിരപരാധിയായ, നിഷ്കളങ്കനായ, നിർമ്മലനായ ഒരു ദൈവവൈതലിനെ കൈക്കൊള്ളുന്നത് എന്നെ കൈക്കൊള്ളുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഈ ചെറിയൊരുത്തിന് ഇടർച്ച വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, ഭാഗ്യവശാൽ ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കി കിട്ടുന്നു. ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നാം ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽപ്പെട്ടവരാകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ദൈവമക്കളെക്കുറിച്ച് തീർച്ചയായിട്ടൊരു ബഹുമാനമുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെക്കുറിച്ച്, കർത്താവിൻ്റെ വചനം പറയുന്നവരെക്കുറിച്ച്. അവരെങ്ങനെയുള്ളവരാണെന്ന് നാം അന്വേഷിക്കുന്നില്ല, പക്ഷേ അവർ കർത്താവിൻ്റെ വചനം പറയുന്നു. നാം അവരുടെ തെറ്റ് കാണുന്നില്ല, അവരുടെ കുറ്റം കാണുന്നില്ല, അവർ കുറ്റമുണ്ടോ എന്ന് നോക്കുന്നില്ല. കുറ്റമുണ്ടെങ്കിൽ കർത്താവ് നോക്കട്ടെ. നമുക്കാരെയും വിധിക്കാൻ അവകാശമില്ല. അവരിൽ കുറ്റമുണ്ടോ, സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊള്ളട്ടെ. നമുക്കാരെയും വിധിക്കാനോ ആരെക്കുറിച്ചെങ്കിലും അഭിപ്രായം പറയാനോ നമുക്ക് അവകാശമില്ല. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നീ ഒരാളെ വിധിച്ചാൽ ആ വിധി തന്നെ, അതേ മാനദണ്ഡം വെച്ച് നീ വിധിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുന്ന ദൈവത്തിൻ്റെ ഈ ഏറ്റവും ചെറിയവർക്കുള്ളതായ സ്ഥാനവും മാനവും പദവിയും അത്യുന്നതമാണ്. അവരെ കർത്താവ് പ്രത്യേകം കരുതുന്നു. സെഖര്യാവിന്റെ പുസ്തകം 2:8. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഹീ ഹു ഹട്ട്സ് യു സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഓൺ യഹോവാസ് ഐസ്. ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് കുത്തുകയാണ് സ്വന്തം വിരലുകൊണ്ട്. എത്ര ഭയങ്കരം! ഹീ ഹു ഹട്ട്സ് യു. ദൈവവേദനയെ നിന്നെ ആരെങ്കിലും ഹർട്ട് ചെയ്താൽ, നിന്നെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഹർട്ട് ചെയ്താൽ, ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ, ഹി സ്റ്റിക്സ് ഹിസ് ഫിംഗർ ഓൺ യഹോവാസ് ഐസ്. ദൈവത്തിൻ്റെ കണ്ണിലേക്ക് കുത്തുന്നു, വിരൽ കൊണ്ട് കുത്തുന്നു, സ്വന്തം വിരൽ കൊണ്ട് കുത്തുന്നു. എത്ര ഭയാനകം! ഇതാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും അറിയാറുണ്ടോ? നോക്കൂ, എത്ര ഗൗരവമാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നൊരു ദൈവദാസൻ്റെ വില. എത്ര ഉന്നതമാണത്. ദൈവത്തിന് സ്തോത്രം. ഒന്നെനിക്കറിയാം, എല്ലാ വിധത്തിലും
ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരാൾ സമർപ്പിച്ച് നിഷ്കളങ്കമായി വേല ചെയ്താൽ എല്ലാ വിധത്തിലും അവൻ്റെ കാര്യങ്ങൾ കർത്താവ് അന്വേഷിച്ചിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ കൊടുത്തു നോക്കൂ, നിങ്ങളുടെ ജീവിതം ഒന്ന് ഫലമേൽപ്പിച്ച് നോക്കൂ, നിങ്ങളുടെ ഭാവി നിങ്ങളൊന്ന് വിട്ടുകൊടുത്തു നോക്കൂ, നിങ്ങളുടെ മക്കളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, നിങ്ങളുടെ വിദ്യാഭ്യാസം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ, നിങ്ങളുടെ ജോലി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ. കാണാം എല്ലായിടത്തും കർത്താവ് തൊടുന്നത്, കർത്താവ് അനുഗ്രഹിക്കുന്നത്, എല്ലാം നൂറുമേനി വിളവുണ്ടാകുന്നത് അനുഗ്രഹിക്കുകയാണ്. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, അഭിവൃദ്ധി ഉണ്ടാകും, ഉറപ്പാണ്. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. അപ്പം ചിലർ ചിന്തിക്കും, എന്താണ് എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകാത്തത്, എനിക്കെന്താണ് അഭിവൃദ്ധി ഉണ്ടാകാത്തത്, ഞാൻ ദൈവത്തെങ്കിലും തിരിഞ്ഞല്ലോ, ഞാൻ പാവം കൂടാതെ ജീവിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവികമായ പദ്ധതികൾ ആർക്കറിയാം? ഇയ്യോബ് ഭക്തനായിരുന്നു. ഭക്തനായ ഇയ്യോബിന് എന്തുമാത്രം പ്രശ്നങ്ങളാണ് വന്നത്, പക്ഷേ എല്ലാം ആത്യന്തികമായി എല്ലാം അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്നത് കാണാം. ഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. പക്ഷേ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നതായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും എല്ലാം മാറി അവസാനം ആത്യന്തികമായ ഒരു വിജയത്തിലേക്കും ആത്യന്തികമായ ശ്രേഷ്ഠതയിലേക്കും അഭിവൃദ്ധിയിലേക്കും ദൈവം വരുത്തുന്നത് നമുക്ക് കാണാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ് പറയുന്നത്, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങൾ ദയവായും തിരിഞ്ഞു നോക്കൂ, ദൈവത്തെങ്കിലും തിരിഞ്ഞു നോക്കൂ, നിങ്ങളുടെ ഭാവി ദൈവത്തിനെ ഏൽപ്പിച്ച് നോക്കൂ. വെറുതെ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, നിങ്ങൾ ദൈവത്തെങ്കിൽ തിരിഞ്ഞവർ നിങ്ങൾക്ക് നോക്കാമല്ലോ. ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. വ്യക്തമാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടും, സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ ഒരു മനയായി നിന്ന് ഏകഹൃദയമായി നിന്ന് പ്രാർത്ഥിച്ചാൽ മക്കളുടെ സ്വഭാവം മാറും. പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ മക്കളെക്കുറിച്ച് വിലപിക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് ആവലാതിപ്പെടുന്നവരുണ്ട്. മാതാപിതാക്കൾ ഒരു ഹൃദയമായി ക്രിസ്തുവിനെ ഏകാഗ്രഹൃദയത്തോടെ ഭജിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവരുടെ മക്കൾ അനുഗ്രഹീതരായി തീരും, ഇന്നല്ലെങ്കിൽ നാളെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരാൾ ദൈവത്തെങ്കിൽ തിരിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അഭിവൃദ്ധി വരാൻ തുടങ്ങും. ഒരാൾ യഥാർത്ഥമായി തിരിവായിരിക്കണം, പുറമേയുള്ള തിരിവല്ല, യഥാർത്ഥമായ തിരിവ്. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ജീവിതം ക്രിസ്തുവിനെ ഏൽപ്പിക്കൂ. ക്രിസ്തുവിൻ്റെ ഈ ചെറിയൊരുത്തനായി തീരുവാൻ നിങ്ങൾ വാഞ്ചിക്കൂ. കർത്താവിൻ്റെ വേലക്കാരനാകാൻ ആഗ്രഹിക്കൂ, കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കൂ. ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്കൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഞാൻ കർത്താവിൻ്റെ വേല തുടങ്ങിയത്, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേല ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്യണം എൻ്റെ ആഗ്രഹമായി. എങ്ങനെയെങ്കിലും അന്ന് ആത്മാക്കളെ നേടുക എന്നുള്ള ഉദ്ദേശമൊന്നും അത്രയ്ക്ക് തോന്നിയില്ല. പക്ഷേ ഈ വചനം പറയണം, വചനം സാക്ഷിക്കണം. എനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർ പറയണം. എനിക്കൊരു വലിയ ലഹരി കിട്ടി, വലിയൊരു സമാധാനം കിട്ടി, അതായത് മറ്റുള്ളവരെ അറിയിക്കണം. അപ്പനില്ലാത്ത എനിക്കൊരു അപ്പനുണ്ടായി, അക്കാര്യം ആളുകളെ അറിയിക്കണം. അനാഥനായ എനിക്ക് ഒരു നാഥനുണ്ടായി, അത് ആളുകളെ അറിയിക്കണം. അഗതിയായി എനിക്ക് ഒരു ഗതി ഉണ്ടായി, കർത്താവ് എനിക്ക് ഗതി തന്നു, അത് ആളുകളെ അറിയിക്കണം. അസ്വസ്ഥനും അസമാധാനമായിട്ട് കഴിഞ്ഞവനുമായി എനിക്ക് സമാധാനം കർത്താവ് തന്നു, അത് ആളുകളെ അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. അതേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, വേറെ യാതൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടത് മുതൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ഞാൻ വിട്ടതും വെറുത്തതും നഷ്ടമായില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിട്ടതും വെറുത്തതും നഷ്ടമായില്ല. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇന്ന് ജീവിതം ക്രിസ്തുവിന് കൊടുക്കാൻ പറ്റുമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭാവി യേശുവിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ വാക്ക് പറയാൻ പറ്റുമോ? കർത്താവ്, ഇത്രയും കാലം ഞാൻ അറിവില്ലാതെ പല വഴികളിൽ ജീവിച്ചു പോയി, ഇത്രയും കാലം ഞാൻ തിന്മയിൽ ജീവിച്ചു പോയി, ഇത്രയും കാലം ഞാൻ വെറുമയിൽ ജീവിച്ചു പോയി, ശൂന്യമായി പോയി കർത്താവിൻ്റെ ജീവിതം. എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവെ. വിലയേറിയ കാലങ്ങൾ പലത് നഷ്ടപ്പെടുത്തി, നല്ല നല്ല കാലങ്ങൾ, നല്ല ആരോഗ്യമുള്ള കാലങ്ങൾ നഷ്ടപ്പെടുത്തി, ഓടിയിരുന്ന് വേല ചെയ്യാമായിരുന്ന കാലങ്ങൾ നഷ്ടപ്പെടുത്തി. ഇന്ന് ആരോഗ്യമില്ല, ഇന്ന് ബലമില്ല, ഇന്ന് സാധ്യതയില്ല, സാഹചര്യമില്ല എന്ന് അന്ന് നല്ല നല്ല കാലങ്ങൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. നിങ്ങൾക്ക് പറയാമോ, കർത്താവേ, ഇനിയുള്ള ശേഷിക്കുന്ന കാലം, ശിഷ്ടമായ കാലം, ശിഷ്ടായുസ് അല്പമേ ഉള്ളൂ, ഒരു ചെറിയ കാലം. കർത്താവേ, നിനക്ക് വേണ്ടി ഞാനൊന്ന് ഓടട്ടെ,
നിനക്ക് വേണ്ടി ഞാനൊന്ന് എരിയട്ടെ. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ വിശ്രമമില്ലാതെ ഞാനൊന്ന് അധ്വാനിക്കട്ടെ. സ്തോത്രം. വിശ്രമമില്ലാതെ അധ്വാനിക്കട്ടെ. നിനക്ക് വേണ്ടി ഞാൻ എരിയട്ടെ കർത്താവേ. ഞാൻ കത്തി കത്തി തീരട്ടെ. ഈ മെഴുതിരി കത്തി കത്തി തീരട്ടെ. ഈ മെഴുതി തീരുന്നവരെയും വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. യേശുവിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇവിടെയുള്ളതെല്ലാം മായയല്ലേ? എല്ലാം വിട്ടുപോകില്ലേ? എല്ലാം പോവില്ലേ? എല്ലാം പോകും. എല്ലാവരും പോകും. ആരും കൂടെ പോരില്ല. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ ആ സ്നേഹോഷ്മളമായ കരങ്ങൾ നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ കരങ്ങൾ നിങ്ങൾ വിശ്രമിക്കും. യേശുവിൻ്റെ വലം കൈയിൽ നിങ്ങൾ പൊന്നക്ഷത്രമായി തിളങ്ങും. യേശുവിൻ്റെ കരങ്ങൾ നിങ്ങൾ പ്രശോഭിക്കും. യേശു നിങ്ങളുടെ ഭാവി ഏറ്റെടുക്കും. യേശു നിങ്ങൾക്ക് നല്ല കാലങ്ങൾ തരും. യേശു നിങ്ങളുടെ ഭാവി കാലം ശോഭനമാക്കി തരും. യേശു നിങ്ങളുടെ അന്ധകാരം മാറ്റിത്തരും. യേശു നിങ്ങൾക്ക് രോഗങ്ങൾക്ക് പൊറുതി തരും. യേശു കഷ്ടതയുടെ നടുവിൽ കൂടി നിങ്ങളെ നയിക്കുമ്പോൾ പോലും നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ പകർന്നുകൊണ്ടിരിക്കും. ദുരിതങ്ങളും പ്രശ്നങ്ങളും ആവലാതികളുമായി നിങ്ങൾ ഞെരിഞ്ഞമരുമ്പോൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അകം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. യേശു നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കും. യേശു നിങ്ങളുടെ മേൽ തൻ്റെ കരം വെച്ച് നിങ്ങളെ ആശീർവദിക്കും. ദൈവത്തിന് സ്തോത്രം. അവസാനം കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ തൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള എല്ലാവരെയും സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളും സ്വീകരിക്കപ്പെടും. ഇന്ന് ഈ തിരുരക്തത്തിൻ്റെ അടയാളം പ്രാപിപ്പീൻ. ഇന്ന് തിരുരക്തത്തിൻ്റെ മുദ്ര പ്രാപിപ്പീൻ. യേശുവേ, ഞാനിതാ നിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വീഴുന്നു. നാഥ, ഞാൻ താഴുന്നു. എനിക്ക് വേണ്ടി മുറിഞ്ഞ പാദം ഞാൻ മൊത്തുന്നു. എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തുന്ന പാദത്തിൽ ഞാൻ മുത്തിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ എതിർപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കുരിശടിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിനക്കായി ഞാൻ വേദനിക്കുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ മേൽ നിനക്ക് രക്ഷണമേ. നാഥ, നിൻ്റെ വലം കൈയിലെ പൊന്നക്ഷത്രമാക്കി എന്നെ മാറ്റണമേ. നാഥ, നിൻ്റെ വലം കൈയിലെ തേജസ്സുള്ള നക്ഷത്രമാക്കി എന്നെ മാറ്റണമേ. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാഥ, നിൻ്റെ മഹത്വമേറിയ ശബ്ദത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരു സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നാനാദേശങ്ങളിൽ നീ വചനം കേൾക്കുന്ന എല്ലാവരെയും തൃക്കൻ നീട്ടി ആശീർവദിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.